Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363, 364, 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 100 ഡേയ്സ് സ്റ്റഡി പ്ലാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തുണ്ടെങ്കിൽ കാണാം. അതിനുശേഷം നമ്മൾ 10 മൊഡ്യൂളിൻ്റെയും ഡീറ്റെയിൽ മൊഡ്യൂൾ വൈസ് അനാലിസിസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആരംഭിക്കുന്നുള്ളത്. സോ ഇതിനേക്കാൾ മുമ്പ് ജൂനിയർ അക്കൗണ്ടന്റ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 2022 കാറ്റഗറി നമ്പർ 610, 611 ഈ ഒരു എക്സാം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു, ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിസ്റ്റിലുണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 100 ചോദ്യങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും അതിൽ നിന്ന് ഒരു 5 ചോദ്യങ്ങളെടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വരാൻ സാധ്യത എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ബട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഓരോ പ്രാവശ്യം കഴിയുമ്പോഴും ഇതിൻ്റെ പാറ്റേൺ കുറച്ചും കൂടിയും ടഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ BCom ബേസ്ഡ് ആയിട്ടുള്ള എക്സാംസ് കുറച്ചും കൂടി ഞാൻ പറഞ്ഞു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നിന്നും കുറച്ചും കൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രതീക്ഷിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇതാണ് ആ പേപ്പർ. അപ്പോൾ അതിൽ ആദ്യം ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. ഞാൻ മുഴുവൻ എടുത്ത് കാണിക്കുന്നില്ല. ഓരോ ദിവസം നമുക്ക് ഇതാ 10 മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻസ് 10 മൊഡ്യൂളിൽ നിന്നും ഓരോ മൊഡ്യൂളിൽ നിന്നും 10 ചോദ്യങ്ങൾ വീതമാണ് ഉണ്ടാകുക. കണ്ട, ഓഡിറ്റിംഗ് ആണ് ലാസ്റ്റ്, കറക്റ്റ് ആ മൊഡ്യൂൾ വൈസ്. അപ്പോൾ എല്ലാത്തിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. സബ്ജക്റ്റ് അല്ലാണ്ട് വേറെ ഒന്നും വരാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ആദ്യത്തെ മൊഡ്യൂള് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള 10 ചോദ്യങ്ങളിൽ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ആദ്യത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കടക്കാം. An item is valued at the exchange price at the date of acquisition and shown in the financial statements at that value or an amortized portion of it. This is as per the principle of. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു ഐറ്റം നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുമ്പോൾ, ബാലൻസ് ഷീറ്റിൽ ട്രേഡിംഗ് പെയിനിലെ കൊണ്ട് ബാലൻസ് ഷീറ്റ് അല്ല, ബാലൻസ് ഷീറ്റിൽ കാണിക്കുമ്പോൾ അതിൻ്റെ വാല്യൂ ഒന്നുകിൽ എന്താണ് എക്സ്ചേഞ്ച് പ്രൈസ്, എക്വയർ ചെയ്തിട്ടുള്ള പ്രൈസ്, ഓർ എമൗട്ടൈസ്ഡ് വാല്യൂ. നമുക്ക് ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ എമൗട്ടൈസ്ഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡിപ്രീസിയേഷനൊക്കെ കുറച്ചിട്ട് ഉള്ള വാല്യൂ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്? 4 ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1 ഫുൾ ഡിസ്ക്ലോഷർ, നമ്പർ 2 കോസ്റ്റ്, ദെൻ മെറ്റീരിയാലിറ്റി, കൺസിസ്റ്റൻസി. ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് കിടക്കാൻ സാധിക്കും. എന്നാലും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. നമ്പർ 1 ഫുൾ ഡിസ്ക്ലോഷർ ആണ് പറഞ്ഞിട്ടുള്ളത്. ഫുൾ ഡിസ്ക്ലോഷറിൻ്റെ കൺസെപ്റ്റ് എന്താണ്? റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും പ്രോപ്പറായിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അല്ലേ അത് ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളതാണ് ഫുൾ ഡിസ്ക്ലോഷർ പറയുന്നത്. പിന്നെ ഞാൻ നേരെ ആൻസറിലോട്ട് കിടക്കുന്നില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ട് മെറ്റീരിയാലിറ്റി, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം. മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റെലവൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കാണിക്കണം എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റിയിൽ പറയുന്നത്. കൺസിസ്റ്റൻസിയിൽ എന്താ പറയുന്നത്? നമ്മളിപ്പോൾ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിപ്രീസിയേഷനിൽ നമ്മളൊരു മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ പ്രോപ്പറായിട്ട് അല്ലേ ആ ഒരു ഇയറിൽ ഫോളോ ചെയ്തിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. കോസ്റ്റ് എന്താ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? നമ്മൾ ഒരു അസറ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അക്വയർ ചെയ്തിട്ടുള്ള വാല്യൂ അതിലാണ് നമ്മൾ അത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കേണ്ടത്. പിന്നെ ഡിപ്രീസിയേഷൻ അതിൻ്റെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അല്ലേ കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ സബ്ട്രാക്ട് ചെയ്തിട്ട് കാണിക്കും. അതല്ലാണ്ട് മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ കൂടിയിട്ടുണ്ടെങ്കിൽ ആ കൂടിയ വാല്യൂ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ കാണിക്കില്ല. അതാണ് കോസ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റിൽ പറയുന്നത്. സോ അതാണ് ഇവിടുത്തെ ആൻസർ വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്താ പറയുന്നത്? ഏത് പ്രൈസിലാണോ നമ്മൾ മേടിക്കുന്നത് ആ പ്രൈസിലാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ അസറ്റിൻ്റെ വാല്യൂ കാണിക്കേണ്ടത്. മാർക്കറ്റിൽ വാല്യൂ കൂടി എന്ന് പറഞ്ഞിട്ട് അത് കാണിക്കില്ല.
ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 4 ലക്ഷത്തിന് ഒരു സാധനം മേടിച്ചു, അതിൻ്റെ മാർക്കറ്റിൽ ഇപ്പോൾ വാല്യൂ 5 ലക്ഷമായിട്ട് കൂടി എങ്കിൽ 5 ലക്ഷം എന്ന് പറഞ്ഞിട്ട് കാണിക്കില്ല, 4 കാണിക്കുള്ളൂ. പിന്നെ അതിൻ്റെ വാല്യൂ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള എമൗണ്ട്, കോസ്റ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ അല്ലേ കുറച്ചിട്ടുള്ള വാല്യൂ ആണ് കാണിക്കുക. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. Moving to question number 2. When a sole proprietor decided to use same bank account for his business as well as personal affairs, the dash accounting principle is violated. Easy question. ഒരു സോൾ പ്രൊപ്രൈറ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തി. ആ വ്യക്തി സെയിം ബാങ്ക് അക്കൗണ്ട് ആളുടെ പേഴ്സണൽ കാര്യത്തിനും ബിസിനസ്സിനും വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പ്രിൻസിപ്പിളാണ് അവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നത്? 4 ഓപ്ഷൻ. നമ്പർ 1 ഗോയിങ് കൺസേൺ, നമ്പർ 2 എൻറ്റിറ്റി, ഒബ്ജക്റ്റിവിറ്റി, മെറ്റീരിയാലിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ആൻസർ ഈസി ആയിട്ട് പറയാൻ സാധിക്കും. നമുക്ക് എന്നാലും ഓരോ ഓപ്ഷൻസിലോട്ട് കിടക്കാം. നമ്പർ 1 ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ എന്താ? ബിസിനസ് ഷുഡ് ഗോ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിന് അല്ല, ലോങ് പീരീഡ് ഓഫ് ടൈമിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ഫോർവേഡ് ചെയ്ത് പോവും അല്ലേ? ഗോയിങ് കൺസേൺ എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ എന്താണ് ഏത് എൻട്രി എഴുതുമ്പോഴും ഉള്ള അല്ലെ, എന്ത് ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോഴും ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഉള്ള ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഗോയിങ് കൺസേൺ എന്ന് പറയുമ്പോൾ അതാണ്, ഇറ്റ് ഷുഡ് ഗോ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. പിന്നെ ഒബ്ജക്റ്റിവിറ്റി പറയുന്നുണ്ട്. എന്താ ഒബ്ജക്റ്റിവിറ്റിയുടെ കൺസെപ്റ്റ്? ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവോയ്സസ് അല്ലെ, റെക്കോർഡ്സ് അതിൻ്റെ ബേസിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഒബ്ജക്റ്റിവിറ്റിയിൽ പറയുന്നത്. മെറ്റീരിയാലിറ്റി ഓൾറെഡി പറഞ്ഞു, മെറ്റീരിയൽ ഇൻഫർമേഷൻ, ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പ്രോപ്പറായിട്ട് അത് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്ത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇറലവൻ്റ് ആയിട്ടുള്ളതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ദെൻ എൻറ്റിറ്റി എന്താ പറയുന്നത്? ബിസിനസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ഇറ്റ്സ് ബിസിനസ് മാൻ. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് ആണ്. ഇവൻ ദോ ഒറ്റയ്ക്ക് ഒരാൾ ബിസിനസ് ചെയ്യുകയാണെങ്കിലും ബിസിനസ്സും ബിസിനസ്മാനും രണ്ടായിട്ട് കണക്കാക്കണം. സോ ഈ പറയുന്ന സോൾ പ്രൊപ്രൈറ്റർ സെയിം ബാങ്ക് അക്കൗണ്ട് തന്നെ ബിസിനസ്സിനും പേഴ്സണൽ പർപ്പസിനും അവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ എൻറ്റിറ്റി പ്രിൻസിപ്പിള് വയലേറ്റ് ചെയ്യപ്പെടുകയാണ് അവിടെ. സോ ആൻസർ ബി ആണ്. ഈസിയാണ്, എന്നാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നു എന്ന് മാത്രം കേട്ടോ, നമുക്കെല്ലാം അറിയണ്ടേ. നമ്പർ 3 ഡാഷ് ഈസ് ദ ബേസിസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ഫോളോഡ് ബൈ ഇന്ത്യൻ കമ്പനീസ്. ഇന്ത്യൻ കമ്പനീസ് താഴെ പറയുന്നതിൽ എന്ത് ബേസിസിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? നമ്പർ 1 ക്യാഷ് ബേസിസ്, നമ്പർ 2 അക്രൂവൽ ബേസിസ്, നമ്പർ 3 അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി സിസ്റ്റം, നമ്പർ 4 ഡബിൾ എൻട്രി സിസ്റ്റം. ഇന്ത്യൻ കമ്പനീസ് 2013 കമ്പനീസ് ആക്ട്. നമ്പർ 1 ക്യാഷ് ബേസിസ്. ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ എന്താ? എന്ത് കാര്യങ്ങളും ക്യാഷ് കിട്ടിയാൽ മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അതാണ് ക്യാഷ് ബേസിസിൽ അല്ലേ. സെയിൽ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പൈസ ലഭിച്ചാൽ മാത്രമേ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അതാണ് ക്യാഷ് ബേസിസ്. നമ്പർ 2 അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വെൻ ഇറ്റ് ഈസ് ഏൺഡ്. ഇപ്പോൾ ക്രെഡിറ്റ് സെയിൽ നടന്നു, നമുക്ക് പൈസ കിട്ടിയിട്ടില്ല എങ്കിലും അവിടെ സെയിൽ നടന്നു എന്നുള്ളതാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുക അല്ലേ. എന്നാൽ മാത്രമേ അവിടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാണ്ട് നമുക്ക് പൈസ കയ്യിൽ കിട്ടണമെന്നില്ല. നമ്മൾ എന്ത് കാര്യങ്ങളും ഏൺ ചെയ്യുമ്പോൾ, ഏൺ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ? അത് കാര്യം നടന്നു. ഇപ്പം ഞാൻ സെയിൽ ചെയ്തു, ഞാനൊരു പ്രോഡക്റ്റ് XY എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് വിറ്റു, ക്രെഡിറ്റ് സെയിലാണ്, എനിക്ക് പൈസ കുറച്ച് ഒരു 40 ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ സെയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏൺ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യും സെയിൽ നടന്നു എന്ന് പറഞ്ഞിട്ട്, ക്രെഡിറ്റ് സെയിലാണെങ്കിൽ അല്ലേ. അതാണ് അക്രൂവൽ ബേസിസ്. ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ ആ പൈസ കിട്ടിയാലേ റെക്കോർഡ് ചെയ്യപ്പെടുള്ളൂ. അപ്പോൾ അക്രൂവൽ ബേസിസ് രണ്ടാമത് പറയുന്നു. മൂന്നാമത് അക്രൂവൽ ആൻഡ് ഡബിൾ എൻട്രി. അക്രൂവൽ ഞാൻ എന്താന്ന് പറഞ്ഞു. ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ എന്താ? ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. നമുക്ക് ആ എന്താണ് ആസ്പെക്റ്റിൻ്റെ അതിൻ്റെ ബേസിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. കറക്റ്റ് ഡബിൾ എൻട്രി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടാണ് അല്ലേ. ഡെബിറ്റ് എന്തുണ്ട് റൂൾസ് ഓഫ് അക്കൗണ്ടിങ് കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്, അതിൻ്റെ ബേസിലാണ് കാര്യങ്ങൾ ചെയ്യുക. മൂന്നാമത് ഡബിൾ എൻട്രി മാത്രം പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ? അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി. അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഞാൻ പറഞ്ഞു, എപ്പോൾ ഒരു കാര്യം ഏൺ ചെയ്തു, ഇൻകേർഡായി എങ്കിൽ നമ്മളത് റെക്കോർഡ് ചെയ്യും. ഡബിൾ എൻട്രി എന്ന് പറയുമ്പോൾ എന്താ? ഏതൊരു ട്രാൻസാക്ഷനും 2 ആസ്പെക്റ്റ് ഉണ്ട്, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്. അതിൻ്റെ ബേസിലാണ് നമുക്കറിയാം അക്കൗണ്ട് ഈ പറയുന്ന അസറ്റ് ഈസ് ഈക്വൽ ടു ലൈബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ അല്ലേ.
അക്കൗണ്ടിങ് ഇക്വേഷൻ കറക്റ്റായിട്ട് അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റി പ്ലസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നടക്കുന്നത് ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം പ്രോപ്പറായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് അല്ലേ. അസറ്റ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ, എന്തിനും രണ്ട് ആസ്പെക്റ്റിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ ഇത് ഈക്വൽ ആകുന്നത് നമ്മൾ ഈ പറയുന്ന ഡബിൾ എൻട്രി സിസ്റ്റം ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ്. സോ അക്രൂവൽ ബേസിസ് ആൻഡ് ഡബിൾ എൻട്രി ആണ് ഇതിൻ്റെ ആൻസർ വരെ. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 4. ഗിവൺ ഓപ്പണിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പറഞ്ഞിട്ടുണ്ട്, പർച്ചേസസ് കാണാൻ ഈസി ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് is equal to opening stock plus purchases minus closing stock. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇതിൽ നമുക്ക് പർച്ചേസസ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ പർച്ചേസസ് ഈസ് ഈക്വൽ ടു അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് വരും അല്ലേ. സോ പർച്ചേസസ് കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലിപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഉണ്ട്, എത്രയാണ്? 1,83,040 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 10,560 മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് 17,600. അപ്പോൾ 1,83,040 പ്ലസ് 10,560 എന്ന് പറയുമ്പോൾ എത്ര വരും? 1,93,600 വരും. അതിൽ നിന്ന് 17,600 പോയാൽ എത്ര വരും? 1,76,000 വരും. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ വരാൻ. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഈസി ചോദ്യമല്ലേ. ഓക്കെ, അക്കൗണ്ടിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാലൻസ് 5 ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഓരോ ദിവസവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ ചോദ്യങ്ങൾ നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിലൂടെ നമുക്കൊരു ഐഡിയ ലഭിക്കും. ദെൻ ഞാൻ പറഞ്ഞു ഇനി വരാൻ പോകുന്ന എക്സാം കുറച്ചും കൂടിയും ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. എന്നാലും ഇതാണ് ഇതിനേക്കാൾ മുമ്പുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മളിതിൻ്റെ കോച്ചിങ് ഓൾറെഡി ഓൺലൈനായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ് ഇതൊക്കെ ഉണ്ടായിരിക്കും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച ഈ ഒരു പോസ്റ്റ് ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.